ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ബീഫ് വെച്ചിട്ട് നല്ലൊരു മക്രോണ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ലൈക്ക് തരാൻ മറക്കരുത്. കൂടെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. 1/2 കിലോ മക്രോണിയാണ് അതിനായിട്ട് ഞാനിവിടെ എടുത്തത്. മക്രോണി പല രൂപത്തിലും ഉണ്ടാകും. ഞാൻ എടുത്തത് ഇതേ സൈസിലുള്ളതാണ്. നീളത്തിലുമുള്ളതുണ്ട്, അതായാലും കുഴപ്പമില്ല. എടുത്തു വെച്ച മക്രോണി ഒന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അതിലേക്ക് ആവശ്യമായ 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വെന്ത് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഓയിൽ ചേർക്കുന്നത്. മക്രോണി വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു തവി വെച്ചിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇളക്കി കൊടുക്കുന്നത്. മക്രോണി വെന്ത് കിട്ടുന്നത് വരെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഒരു 10 മിനിറ്റ് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചാൽ തന്നെ വെന്ത് കിട്ടുന്നതാണ്. നമ്മുടെ മക്രോണി ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഊറ്റിയെടുത്തതിന് ശേഷം ഇതിന് മുകളിൽ പച്ചവെള്ളം ഒഴിച്ച് തണുപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാനുണ്ട്. ഒരു പാൻ ഇതേപോലെ അടുപ്പത്ത് വെക്കണം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിയാൽ പിന്നെ അതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത സവാളയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് രണ്ടും കൂടി അല്പനേരം ഒന്ന് ഇളക്കി കൊടുക്കുക. ഉള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം ചെറുതായി അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. വളരെ കുറച്ച് മസാലപ്പൊടികൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒരു 10 സെക്കൻഡ് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കണം. ടൊമാറ്റോ സോസ് ആവശ്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. സോസ് ഒഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു കൂടുതൽ രുചി ഉണ്ടാവുക. ഇനി ഇതിലേക്ക് വേവിച്ചു വെച്ച ബീഫ് ഇട്ട് കൊടുക്കുക. മക്രോണി മസാല ചിക്കൻ കൊണ്ട് ചെയ്തെടുക്കുന്നവരുമുണ്ട്. ഏതായാലും കുഴപ്പമില്ല, ഞാനിവിടെ ബീഫാണ് ഉപയോഗിക്കുന്നത് എന്ന് മാത്രം. മസാലയിൽ നല്ലവണ്ണം സെറ്റാകുന്നത് വരെ ബീഫ് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ച മക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മക്രോണി മുഴുവനായിട്ടും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. എല്ലാം കൂടി ഒന്ന് സെറ്റാകുന്നത് വരെ. നല്ല രുചിയോട് കൂടി എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. ഇത് ചിക്കൻ വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ വൈകുന്നേരങ്ങളിലൊക്കെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. രാത്രികാലങ്ങളിൽ ചോറൊക്കെ ഒഴിവാക്കി ഇത് കഴിക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല. നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ കണ്ട് ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ബീഫ് വെച്ചിട്ട് ആരെങ്കിലും മക്രോണി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക.